ശ്രീയല്ലേ, നീ എന്തായി കാണിക്കുന്നത്? വിട്, അവളുടെ കൈ വിട്. വാ ഇങ്ങോട്ട്. മാലാകെ, കുട്ടനെ വിട്ട് പോവല്ലേ, പോവല്ലേ മാലാകെ. സിദ്ധു, മാലാകെ എന്നെ വിട്ട് പോവല്ലേ മാലാകെ, പ്ലീസ് പ്ലീസ് എന്നെ വിട്ട് പോവല്ലേ മാലാകെ, പ്ലീസ് മാലാകെ. ഞാൻ വരില്ല. ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്കും വരില്ല. എന്റെ അറിവോ അനുവാദമോ ഇല്ലാതെയാ അമ്മ ഇവിടേക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്. എന്ത് തന്നെയായാലും എന്റെ അമ്മ അത് ചെയ്ത തെറ്റാ. അമ്മ, ഇത് എന്റെ ജീവിതമാണ്. തീരുമാനം എടുക്കാനുള്ള പക്വത എനിക്കുണ്ട്. ഇപ്പോ ഒരു ഡിവോഴ്സിന്റെ ആവശ്യം എന്റെ ജീവിതത്തിൽ ഇല്ല. അമ്മേ, അമ്മ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അച്ഛനെ കൊന്നു എന്ന് അമ്മ പറയുന്ന സിദ്ധു അല്ല ഈ നിൽക്കുന്നത്. ഇതെന്റെ കുട്ടന. രണ്ടുപേരും ഒന്നാണെങ്കിലും സിദ്ധുവും കുട്ടനും തമ്മില് ഒരുപാട് വ്യത്യാസമുണ്ട്. അമ്മേ, രണ്ടും രണ്ട് ജന്മത്തിന് തുല്യമാണ്. അതുകൊണ്ട് സിദ്ധു ചെയ്ത കുറ്റത്തിന് എനിക്ക് എന്റെ കുട്ടനെ ശിക്ഷിക്കാനാവില്ല അമ്മേ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വാദങ്ങൾ നിരത്തിയാലും ഞാൻ എന്റെ കുട്ടനെ വിട്ട് വരില്ല. എനിക്കതിന് സാധിക്കില്ല. ദേവികെ, നീ എന്നെ ധിക്കരിക്കാൻ നിൽക്കരുത്. പറയുന്നത് അനുസരിച്ചോ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ അമ്മ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് പറ്റില്ല അമ്മ. ആദ്യം കുട്ടന്റെ അസുഖം മാറട്ടെ. അസുഖം മാറി എന്റെ കുട്ടൻ പഴയ സിദ്ധു ആവട്ടെ. അപ്പോഴല്ലേ അന്ന് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് അറിയാൻ പറ്റൂ. സിദ്ധുവിന് മാത്രല്ലേ സത്യം എന്താണെന്ന് നമ്മളോട് പറയാൻ പറ്റൂ. അപ്പോ നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസം ഇല്ലല്ലേ? ശ്രീലയുടെ വേദനയ്ക്ക് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാ പലതും ഞാൻ കണ്ടില്ലെന്ന് വെക്കുന്നത്. എന്ന് കരുതി എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നീ ഇപ്പൊ അതൊക്കെ മറികടക്കുകയാണ്. ആരോട് ചോദിച്ചിട്ടാ നീ സിദ്ധുവിന് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്? അങ്ങനെ ഒരു ഡിവോഴ്സ് നോട്ടീസ് അയക്കാനുള്ള അധികാരം നിനക്ക് ആരാ തന്നത്? ദേവിക എന്റെ മോള. അവളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരവും അവകാശവും അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കില്ലേ? ഉണ്ട്. ആ അവകാശം എനിക്കുണ്ട്. ദേവിക കൊച്ചുകുട്ടിയൊന്നുമല്ല. അവളിപ്പോ വിവാഹിതയാ, മറ്റൊരു ജീവിതം നയിക്കുന്നുള്ള. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കാനുള്ള അവകാശം ഇപ്പൊ അവക്ക് മാത്രമേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കണം. ഈ ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് അവളോട് നീ എന്തുകൊണ്ട് അഭിപ്രായം ചോദിച്ചില്ല? എന്തിന് ഞാൻ അവളോട് ചോദിക്കണം? അതിനുള്ള ഉത്തരമാണ് ഇന്ന് അവൾ നിനക്ക് നൽകിയത്. നീ വലിയ വെപ്രാളം കാണിച്ച് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ട് ഇപ്പൊ എന്തായി? അവളത് നിന്റെ മുമ്പ് വെച്ച് എന്നെ കയറി കളഞ്ഞില്ലേ? അവള് ചെയ്താണ് ശരി. അവളെടുത്ത തീരുമാനമാണ് ഉചിതമായ തീരുമാനം. അവള് കാണിക്കുന്നതെല്ലാം വിഡ്ഢിത്തരമാണ്. അവള് പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒന്നും ഒരർത്ഥവുമില്ല. എന്നെ അനുസരിക്കുന്നതായിരുന്നു അവൾക്ക് നല്ലത്. അല്ല, പൊന്നാരൻ തോട്ടത്ത് എന്താ സംഭവിച്ചേ? നിങ്ങളത് വ്യക്തമായിട്ട് എന്നോടും കൂടി പറ. ഞാനിത് എത്ര നേരമായിട്ടാ ചോദിച്ചോണ്ടിരിക്കുന്നത്. നീ അതൊക്കെ വിശദമായിട്ട് അറിഞ്ഞിട്ട് എന്തിനാ? ഇപ്പൊ ഞങ്ങൾ പറയുന്നതിൽ നിന്നും ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. അത്രയൊക്കെ നീ അറിഞ്ഞാ മതി. ഒരു കണക്കിന് ശ്രീകലയെ എങ്ങനെ കുറ്റപ്പെടുത്താൻ എനിക്ക് പറ്റില്ല.
സ്വന്തം അച്ഛനെ കൊന്ന ഒരാളോട് സുലഭനെ നിർത്ത്. എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കരുത്. ശ്രീകലയോട് പറഞ്ഞു തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. ഇത് ദേവികയുടെ ജീവിതമാണ്, അതവള് നോക്കിക്കോളും. അതില് ആരും അനാവശ്യമായിട്ട് കയറി ഇടപെടാൻ നിൽക്കണ്ട. ദേവിക ഇപ്പൊ അവളുടെ തീരുമാനം അനുസരിച്ച് എന്നെ മുന്നോട്ട് പോട്ടെ. പക്ഷെ കുറച്ചു കഴിയുമ്പോ ഞാനായിരുന്നു ശരിയെന്ന് അവൾക്ക് ബോധ്യപ്പെടും. അന്ന് അവൾ എന്റെ മുന്നിൽ തന്നെ വരും. അന്നാണ് ശ്രീകല ആരാണെന്ന് പൊന്നാരൻ തോട്ടത്തുകാരെ അറിയാൻ പോകുന്നത്. ഇന്ന് ഞാൻ നാണം കെട്ട് ഇറങ്ങിപ്പോന്നതിന്റെ മറുപടി അന്ന് ഞാൻ അവർക്ക് കൊടുക്കും. ശ്രീകലേ, സിദ്ധാർത്ഥനോടുള്ള പക കാരണം നിന്റെ മനസ്സിലും കണ്ണിലും ഇരുട്ട് കയറിയിരിക്കാം. നീ അത് മാറ്റണം. ഇല്ലെങ്കില് നീ കാരണം നിന്റെ മകളുടെ ജീവിതം നശിക്കും. അവൾക്ക് വേണമെങ്കിൽ ശ്രീകല പറഞ്ഞതനുസരിച്ച് സിദ്ധുവിനെ ഉപേക്ഷിച്ചു പോകാമായിരുന്നു. അച്ഛന്റെ കൊലപാതകി സിദ്ധുവാണെന്ന് അവൾക്കും പൂർണ്ണമായി വിശ്വസിക്കാമായിരുന്നു. അതൊന്നും അവള് ചെയ്തില്ല. അവള് സിദ്ധുവിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് ചിന്തിച്ചു. അവനോട് അനുതാപം കാട്ടി. ദേവികയുടെ ആ പെരുമാറ്റത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അവളെ അഭിനന്ദിക്കാൻ വാക്കുകൾ തികയില്ല. അവളുടെ വിശാലമായ ആ മനസ്സിന് മുന്നിൽ നമ്മൾ ആരും ഒന്നുമല്ല. ശരിയാണ് ജാനകി, നീ പറഞ്ഞത് വളരെ ശരിയാണ്. അവളുടെ ഈ ചെറിയ പ്രായത്തിൽ വളരെ പക്വതയുള്ള തീരുമാനമാണ് അവൾ എടുത്തത്. അവിടെയാ നമ്മൾ മനസ്സുകൊണ്ട് അവളെ നമിച്ചു പോകുന്നു. അവളുടെ പ്രായത്തിലെ പല കുട്ടികളും ദേവിക ഇപ്പൊ അനുഭവിക്കേണ്ടി വന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ പതറിപ്പോത്തേ ഉള്ളൂ. ഏതായാലും സിദ്ധുവിന്റെ കാര്യത്തിൽ ഇനി നമ്മൾ വിഷമിക്കേണ്ടതേയില്ല.